ഹലോ എവറി വൺ, ഇന്ന് നമുക്കൊരു ടേസ്റ്റി ജ്യൂസ് ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ഞാൻ പേരക്കയാണ് എടുത്തത്. ഞാൻ സാധാരണ പേരക്ക കഴിക്കുമ്പം എനിക്ക് അതിൻ്റെ സീഡ് കഴിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ആ ഭാഗം മുഴുവൻ വെട്ടിക്കളയാണ് പതിവ്. പക്ഷേ ഇങ്ങനെ നമ്മൾ ജ്യൂസ് അടിക്കുകയാണെങ്കിൽ ആ സീഡ് മാത്രമായിട്ട് നമുക്ക് അരിച്ചെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ അരച്ച് കൊണ്ടുവന്നതാണ്. വീഡിയോ എടുക്കാൻ മറന്നുപോയി. നെക്സ്റ്റ് ഞാൻ അരക്കുമ്പോൾ വീഡിയോ ഇടാം. ഇതിനിപ്പം ഒരു സ്ട്രെയിനറിലിട്ട് അരിച്ചെടുക്കുമ്പം നമുക്ക് സീഡ് മാത്രമായിട്ട് കിട്ടും. ഇതിലിപ്പോൾ കുറച്ച് പീസസും കൂടി ഉണ്ട്. അത് മിക്സി കറക്റ്റ് അരയാത്തത് കൊണ്ടാണ്. അത് ഞാൻ തിരിച്ച് മിക്സിയിലോട്ട് തന്നെ ഇട്ട് കൊടുത്തു. ഇനി ബാക്കിയുള്ള പീസസും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് പഞ്ചസാരയും ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നമുക്കൊന്നും കൂടി അരച്ചെടുക്കാം. ഞാൻ നേരത്തെയും ഇതേപോലെ തന്നെയായിരുന്നു ജ്യൂസ് അടിച്ചിരുന്നത്. 4 സ്പൂൺ പഞ്ചസാരയും ഇത്രയും തന്നെ വെള്ളവും ആഡ് ചെയ്തിരുന്നു. നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത്, എത്ര തിക്നെസ് വേണം ജ്യൂസിന്, അതിന് കണക്കായിട്ട് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഈ ജ്യൂസിൽ ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ച് തിക്കായിട്ടിരിക്കുന്നതാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ്. ഞാനിവിടെ യൂസ് ചെയ്തിട്ടിരിക്കുന്ന പേരക്ക ഇമ്പോർട്ട് ചെയ്ത് വരുന്ന വലിയ സൈസ് പേരക്കയാണ്. ഇത് ജ്യൂസ് അടിച്ചെടുക്കാൻ ഒരു പ്രയാസമില്ല, പെട്ടെന്ന് തന്നെ ജ്യൂസായി കിട്ടും. പിന്നെ ഇങ്ങനെ ജ്യൂസ് അടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സീഡ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നമുക്ക് സീഡ് മാത്രമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. എൻ്റെ കയ്യിലുള്ളത് ശരിക്കും ജ്യൂസറല്ലാത്തത് കൊണ്ടാണ് പീസസൊക്കെ കാണുന്നത്. എന്നാലും ഞാൻ ഒന്നും കൂടി വെള്ളമൊക്കെ ചേർത്ത് എല്ലാം മാക്സിമം അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് സീഡ്സ് മാത്രം സ്ട്രെയിനറിൽ കാണാം. ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നത് ഒരു ബൗളിൽ കുറച്ച് മുളക് പൊടി ഇട്ടു. അതിനുശേഷം കുറച്ച് ഉപ്പിട്ടു. പിന്നെ ഞാൻ അതിൽ കുറച്ച് നാരങ്ങ ജ്യൂസ് ഒഴിച്ചു. ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ജ്യൂസ് ഞാൻ റെസ്റ്റോറൻറ്റിലൊക്കെ പോയപ്പോൾ മോക്ടെയിലായിട്ട് കഴിച്ചിട്ടുണ്ട്. പക്ഷേ അവരിങ്ങനെ ചില്ലി ലിക്വിഡി ആക്കി എടുക്കാറില്ല, അവർ ഡ്രൈ ആയിട്ടാണ് എടുക്കാറ്. അതിനുശേഷം അവർ ഗ്ലാസ് ഈ ചില്ലി ലെമൺ സോൾട്ട് മിക്സിലോട്ട് ഡിപ്പ് ചെയ്യും. അപ്പോൾ അതെല്ലാം അതിൻ്റെ ഗ്ലാസിൻ്റെ ടോപ്പ് എഡ്ജിൽ ഒട്ടിപ്പിടിക്കും. അങ്ങനെയും ജ്യൂസ് കുടിക്കാൻ നല്ല രസമാണ്, നല്ല ടേസ്റ്റിയുമാണ്. പക്ഷേ എനിക്ക് എന്താ ഉണ്ടായെന്ന് വെച്ചാൽ എൻ്റെ ചുണ്ടൊക്കെ അപ്പോൾ എരിയുന്ന മാതിരി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീട്ടിലുണ്ടാക്കുമ്പം ഞാൻ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ പേസ്റ്റ് ആക്കിയിട്ട് അതിൻ്റെ ജ്യൂസിൻ്റെ മേലെ ഡ്രോപ്പ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കും. ഡ്രോപ്സ് മാത്രമായിട്ട് ഇടണം എന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുമ്പം ഇനിയും ആവശ്യമാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ആഡ് ചെയ്തിട്ട് കുടിക്കാവുന്നതാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ്. എല്ലാവരും നിങ്ങളെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് അടിക്കണം. പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.